അതിന്റെ അടിസ്ഥാനത്തിലാണ് 300 350 പറ നെല്ല് കൊല്ലത്തിൽ അദ്ദേഹത്തിന് ശമ്പളം നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ പരിഭാഷ നിർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 300 പറ നെല്ലിൽ നിന്ന് ഒരു 25 പറ നെല്ല് കുറയ്ക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ചേകനൂര് പ്രസംഗിച്ചു മൂപ്പരുടെ ശൈലിയിൽ. അങ്ങനെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പള്ളറച്ച് കൈകാര്യം ചെയ്തു. അപ്പൊ മൂപ്പർക്ക് ഭയങ്കര പ്രതിഷേധമായി, ഭയങ്കര ദേഷ്യം. അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇണ്യാറാജിനോട് പറഞ്ഞു, തണ്ടുവാറ ഇണ്യാറാജിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതിന് മറുപടി പറയാൻ നമുക്ക് മറുപടി പറയാൻ ഇവിടെ യാതൊരു പരിപാടിയില്ല. ഇണ്യാറാജി പറഞ്ഞു, ഓ പിരാന്തനാ മൂല്യരെ പോയിക്കോട്ടെ, നമ്മളതിന് മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട. അത് ആചാര്യ നിങ്ങളെ അകത്തർച്ചിക്കൊള്ളുന്ന പദപ്രയോഗം ചേകനൂർ നടത്തിയാൽ നിങ്ങളും മറുപടി പറയും. എന്റെ അഭിമാനമാണ് തകർത്തുള്ളത്, അതുകൊണ്ട് മറുപടി അറിയാലോ. ശരി, എന്നാ മറുപടിയൊക്കെ അറിയാം. അങ്ങനെ സ്റ്റേജ് ഇണ്യാറാജി ഉണ്ട്, വാണിയമ്പൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരുണ്ട്, കുറെ കാരണന്മാരും. അപ്പൊ അബ്ദുറഹ്മാൻ മുസ്ലിയാർ മറുപടി പറയുന്നത് എന്താ പറയുന്നത്? ചേകനൂർ മൗലവിക്ക് ഒരു കാര്യം തിരിയണമെങ്കിൽ, ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ 2 സാക്ഷി വേണമല്ലോ. ഞാൻ കമ്മിറ്റിക്കാരോട് കുത്തുപരിഭാഷപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു എന്നതിന് 2 സാക്ഷി പോയിട്ട് 1 സാക്ഷി പോയിട്ട് അര സാക്ഷിയെങ്കിലും ചേകനൂരിന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു വാണിയമ്പലത്തിന്റെ പ്രസംഗം. ഈ പ്രസംഗം കേട്ടോടുകൂടെ ബാക്കിലിരിക്കുന്ന ഇണ്യാറാജി, ആ മീറ്റിംഗിലുള്ള ആ കരാറിൽ പങ്കെടുത്ത ആളുണ്ടല്ലോ, ഇണ്യാറാജി സ്റ്റേജിൽ നിന്നിട്ട് ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, എനിക്കിനി ഈ ബയലും കേൾക്കണ്ട, ഒരു കഥയും കേൾക്കണ്ട, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു ഉപ്പരാട് പോയി. കാരണം അവരോടാണ് ഈ കരാറുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരിച്ചുപോയ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്നവരൊക്കെയാണ് കഴിവുണ്ടാകുന്നാണല്ലോ പറയാറുള്ളത്. സംശയമുണ്ട്, ഈ വാണിയമ്പൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ കബറിങ്ക പോയിട്ട് ഈ വിശ്വാസമുള്ള ആളുകൾ ചോദിച്ചു നോക്കുക, എങ്ങനെയാ അബ്ദുറഹ്മാൻ മുസ്ലിയാരെ നിങ്ങൾ പരിഭാഷപ്പെടുത്തിയത്? അങ്ങനെയാ. അപ്പൊ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പരിഭാഷപ്പെടുത്തി, അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് പരിഭാഷപ്പെടുത്തി, പല ആളുകൾ പരിഭാഷപ്പെടുത്തി. അത് തെറ്റല്ല. കാരണം എന്താ അറിയോ? ഇമാം ഷാഫിയുടെ വീക്ഷണം ഈ വിഷയത്തിൽ എന്താ? അദ്ദേഹത്തിന്റെ ഉമ്മിൽ അദ്ദേഹം പറയുന്നു, ഉഹിബ്ബു അൻ യകൂന കലാമുഹു ഖസ്ദൻ ബലീഗാ. ഇമാമിന്റെ ഖുത്ബ ബലീഗാവല്ല ഞാൻ ഇഷ്ടപ്പെടുന്നു. ബലീഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബലീഗ് എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ ശർഹുൽ മിന്നാജിൽ തന്റെ തുഹ്ഫയിൽ അദ്ദേഹം പറയുകയാണ്, ബലാഗത്തിന്റെ നിർവചനം ഐ ഫീ ഗായത്തിൻ മിനൽ ഫസാഹതി, അതായത് അങ്ങേയറ്റത്തെ സാഹിത്യ സമ്പന്നമായിരിക്കണം, വറസാനത്തി സബിക്കി, ഭദ്രമായ കോർവയായിരിക്കണം, വജസാലത്തിൽ ലഫ്ളി, സാരസമ്പൂർണമായിരിക്കണം ഖുത്ബ. എന്തിനു വേണ്ടി? ലിഅന്നഹാ ഹീന ഇദിൻ തകൂനു ഔഖാഫിൽ ഖൽബ്, അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഗ്രാഹ്യമാകുന്ന ഭാഷയിൽ സാരസമ്പൂർണമായ ഭദ്രമായ കോർവയുള്ള പദപ്രയോഗമാണ് ഖുത്ബ എങ്കിൽ, ഹീന ഇദിൻ തകൂനു ഔഖാഫിൽ ഖൽബ്, മനുഷ്യന്റെ ഖൽബിൽ അത് കൂടുതലും പ്രതിഫലിപ്പിക്കും. അതുകൊണ്ട് അങ്ങനെയായിരിക്കണം എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി. അതേ സ്ഥാനത്ത് ജനങ്ങൾക്ക് തിരിയാത്ത ഭാഷയിലെ ഖുത്ബ പറഞ്ഞാൽ അവരുടെ കൽബിലേൽക്കുന്നതിന് ബദൽ അവരുടെ കാതിലല്ലേ സഹോദരന്മാരെ ഏൽക്കുക? ഇമാം ഷാഫി പറഞ്ഞത് സന്ദർഭോചിതമായിരിക്കണം, അവസരോചിതമായിരിക്കണം, ഗ്രാഹ്യമായിരിക്കണം എന്നാണ് ഇമാം ഷാഫി പറയുന്നത്. ഇനി നോക്കൂ, ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നടത്തിയ ചർച്ചയുടെ രൂപം നോക്കൂ നിങ്ങൾ. ഇമാം നവവി മിൻഹാജിൽ പറയുകയാണ്, ഹൽ യുസ്തർതു ഖൗനുൽ ഖുത്ബതി ബിൽ അറബിയ, ഖുത്ബ അറബിയിലാവൽ ഷർത്തുണ്ടോ? അതിന് മറുപടി, ഫീ ത്വരീഖാനി, അതിൽ 2 ത്വരീഖുണ്ട്, 2 മാർഗമുണ്ട്. അസഹ്ഹുമാ യുസ്തർതു, അസഹ് ഷർത്താണ് എന്നാണ്. വസ്സാനി ലാ യുസ്തർതു, സ്വഹീഹ് എന്താണ്, ഷർത്തില്ല എന്നുമാണ്. അതായത് ഷർത്താണെന്നൊരു വിഭാഗം പറയുന്നു, ഷർത്തില്ല എന്നൊരു വിഭാഗം പറയുന്നു. എന്നിട്ട് ഇമാം നവവി പറയാ, ഇൻ ഖവിയൽ ഖിലാഫു ഖുൽതു അൽ അസഹ. മദ്ഹബിൽ വളരെ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയുള്ള പ്രശ്നമാണെങ്കിൽ ഞാൻ അൽ അസഹ് എന്ന് പറയും. അതായത് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർക്കിടയിൽ ഖുത്ബ അറബി ഭാഷയിലാവണമോ വേണ്ടേ എന്നതിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയുണ്ട്. ഖുത്ബ എന്ന് പറഞ്ഞാൽ ഐ അർക്കാനുഹാ, ഖുത്ബയുടെ ഫറലുകളെയാ പറയുന്നത്. ഖുത്ബയുടെ ഫറലുകൾ അറബിയിലാവണമോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാര് പറയുന്നു? ഇമാം നവവി പറയുന്നു. നോക്കൂ നിങ്ങൾ, അവർ തർക്കിക്കുകയാണ് ഈ വിഷയത്തിൽ. മാത്രമല്ല, ഒരു കാലത്ത് ഇന്ന് സമസ്തയ്ക്ക് വേണ്ടി വാദിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും പരിഭാഷപ്പെടുത്തി എന്ന് നമുക്കേവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ,
കീളക്കരയിൽ ഏറുവാടിക്ക് സിയാറത്തിന് പോകുന്ന AP ആവട്ടെ EK ആവട്ടെ ഏത് വിഭാഗമാവട്ടെ, അവർ വെള്ളിയാഴ്ച ഏറുവാടി ചെന്നാൽ വെള്ളിയാഴ്ച എവിടേക്ക് പോകുന്നവർ കീളക്കരക്ക് പോകും. സദഖത്തുല്ലാഹിൽ ഖായിന്റെ ജാറം സന്ദർശിക്കാർ വെള്ളിയാഴ്ച ജുമാക്ക് കീളക്കര പള്ളിയിൽ കൂടിയാൽ ഒരു തമയം വലിയൊരു ഒലക്കയും എടുത്തുകൊണ്ട് മിമ്പറിൽ കയറിയിട്ട് 1 മണിക്കൂർ നേരം തമിഴ് ഭാഷയിലാണ് അദ്ദേഹം അവിടെ ഖുതുബ പറയുക. ആരും നമസ്കാരം ബാത്തിലായി എന്ന് പറയില്ല. എല്ലാവരും സുഖമായിട്ട് ഖുതുബ കേട്ട് നേരെ പള്ളിന്റെ മുന്നിലുള്ള സദഖത്തുല്ലാഹിൽ ഖായിരിയുടെ ജാറത്തിന്റെ അരികെ വന്നിട്ട് അൽ ഫാത്തിഹ എന്ന് പറയും. ആരും ഖുതുബ നടക്കാറില്ല, ആരും ജുമാ ബാത്തിലായി എന്ന് പറയാറില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമല്ല. മാത്രമല്ല, നമുക്കറിയാം ഉഗ്രവാദി സുന്നിയുടെ നേതാവ് കാന്തപുരം അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ സംഘടിപ്പിക്കുകയും അതിന്റെ പ്രസിഡന്റായി വെച്ചിരുന്ന അബ്ദുൽ ഹമീദ് ജുനൈദി ഖുതുബ പരിഭാഷപ്പെടുത്തിയിരുന്നു. ഉറുദു ഭാഷയിൽ അദ്ദേഹം ഖുതുബ പരിഭാഷപ്പെടുത്തിയത് എല്ലാവർക്കും അറിയാം. എങ്കിൽ പിന്നെ എന്തിന് സഹോദരന്മാരെ ഈ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കേണ്ട കാര്യമില്ല. നമുക്ക് രാജിയാവാം. ഇമാം ഷാഫി പറഞ്ഞത്, ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാര് പറഞ്ഞത് നമുക്ക് അംഗീകരിച്ചുകൂടെ?